നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരന്നപാലം ഉരുണ്ടപാലം പറയും, അതിലൂടെയുള്ളൊരു യാത്രയാണ്. കാണാൻ നല്ല വൈബാണ്, നമുക്ക് പോയി നോക്കാം. ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ വെട്ടുമായിരുന്നു ഇവിടെ ആൾക്കാർ, ഇപ്പം ആരും വെട്ടണമൊന്നുമില്ല. നല്ല രസമാണ്. ഇനിയും പോകണ്ട, കുറേ ദൂരം നടക്കണം, ഒരുപാട് നടക്കാനുണ്ട്. രണ്ട് സൈഡ് നല്ല പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. ഇനിയും പോകണ്ട, കുറേ ദൂരം കൂടി പോകണം. ചെടികളൊക്കെ തങ്ങി നിൽക്കണോണ്ടേ അതൊക്കെ വെട്ടി വീശിയിട്ട് വേണം അങ്ങോട്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ. വെട്ടിയിട്ടാണ് ഇപ്പോൾ പോണത്. വൈകുന്നേരങ്ങളിലൊക്കെ ചില ആൾക്കാർ ഇവിടെ ഇരിക്കാൻ വരും, ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. 2 ദിവസം മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് പൊട്ടി വീണ മരമാണത്. നല്ല മഴയാണ്. ഈ പരിസരത്തൊക്കെ ആൾക്കാരൊക്കെ ചിലവർ ഇവിടെയൊക്കെ വന്നിരിക്കും, ചെക്കന്മാരും പിള്ളേരൊക്കെ. ഇതാ ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പിള്ളേരവിടെ ഇരിക്കുന്നുണ്ട്. പന്നവല്ലം എത്തി നമ്മൾ. പാടത്തുണ്ട്, നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. നല്ല വഴുക്കലുണ്ട് ഇവിടെയൊക്കെ, ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നല്ല വഴുക്കലാണ്. പാടമാണ്. അത് മാത്രമല്ല, പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു. 2-3 അടിപൊളി വൈബാണ്. വെള്ളം നിറഞ്ഞിട്ടില്ലേ, വെള്ളം നിറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അതാ കാണുന്നുണ്ടല്ലേ, പാടമൊക്കെ ഫുള്ളും പാടമാണ്. ഇതൊക്കെ നിറഞ്ഞിട്ട് കവിഞ്ഞു പോവാണ്. 3-4 ദിവസത്തെ അടുപ്പിച്ചുള്ള മഴയാണ്. 2 സൈഡും പാടം, നല്ല വൈബാണ് ഇവിടെ. ഇവിടെ ഈ 2 സൈഡും ഇല്ലേ അടിപൊളി. ഈ 2 സൈഡും നല്ല ഇതായിട്ടുള്ള. ഇതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട്, ഇതേ കാണുന്നില്ലേ, അത് റോഡാണ്. 3-4 ദിവസത്തെ അടുപ്പിച്ചുള്ള മഴയേ, ശരിയായ മഴ. എന്താ ഇവിടെ അട്ടഹാസം. ഇതാണ്ട തോട് നിറഞ്ഞു പോണ്. പാടത്തിൻ്റെ സൈഡിലുള്ള തോടാണ്. 3-4 ദിവസത്തെ മഴ കൊണ്ട് ആ മലേൻ്റെ മേലെ അവിടെ ഇല്ലേ, അതാ കാണുന്ന അങ്ങൊക്കെ മലയാണ്. അവിടെ ബാബുമല പറയും, ശിവൻ്റെ ഒരു മലയുണ്ട്. അവിടെ നിന്ന് ഒഴുകി വരുന്ന ആ ഏരിയയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ മൊത്തം ഈ തോട്ടിൽ കൂടിയാണ് കവിഞ്ഞു പോണത്. ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്, കാണാം. കണ്ടില്ലേ, പാടം ഫുള്ളും നിറഞ്ഞു കിടക്കണം. തോടും പാടവും ഒക്കെ ഒന്നായി. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ പരന്നപാലത്തിൻ്റെ കാഴ്ചകൾ. നോക്കാത്ത ദൂരത്ത് ഇങ്ങനെ കിടക്കുന്ന പാടങ്ങൾ. നല്ല വൈബാണ് ഇവിടെ കാണാൻ. മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ മഴയില്ല. മഴയുണ്ട് പറഞ്ഞാൽ നമ്മൾ വന്നത്, പക്ഷെ നോക്കിയപ്പോൾ മഴയൊന്നും ഇല്ല. 3-4 ദിവസത്തെ മഴേൻ്റെ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമെന്ന് പറയാം. പക്ഷെ മറ്റേ തോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടേ കണ്ടില്ലേ. ഇതാ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇപ്പോൾ പൊതുവെ മഴക്കാലമാണ്, മഴയാണ്, നല്ല വെള്ളമുണ്ട്, മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ പരിസരത്ത് ന്യൂസിലും പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. മറ്റേ കൊട്ടേക്കാട് 2 വീട് വീണിട്ട് 2 മരിപ്പുണ്ടായിരുന്നു, ഒരു അമ്മയും മകനും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ കഷ്ടകാലം. എൻ്റെ വീടൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇതിന് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് അകലെയാണ് സംഭവം. ഇതാണ് ഇവിടുത്തെ ഇതില്ലേ, ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. പരന്നപാലത്തിൻ്റെ ടോപ്പിലാണ്. അപ്പോൾ പരന്നപാലത്തിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ പുറകിൽ നിന്ന് കാണില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. വെള്ളം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതൊക്കെ തോട് നിറഞ്ഞ്, തോടും പാടും ഏതാണെന്നും കൂടി അറിയുന്നില്ല, അന്ന പോലെയാണ് നിറഞ്ഞത്. ഇനി മഴ പെയ്യുമ്പോൾ അതിൽ കൂടുതൽ നിറയും. നേരത്തെ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു 2-3 വർഷം മുമ്പ്. ഫുള്ളും നിറഞ്ഞിട്ട് പാടവും റോഡും എല്ലാം നിറഞ്ഞിട്ട് ഒന്നും വഴി ബ്ലോക്കായി, ഒന്നും പറയണ്ട. ഇവിടെയൊക്കെ ഈ മൊത്തം വെള്ളപ്പൊക്കം ആയിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഇന്നിപ്പോൾ 4 മഴയും കൂടി പെയ്താൽ തീർന്നു കത്തിക്കൽ.
അത്രയും വെള്ളപ്പൊക്കവും പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണ കാഴ്ചയാണത്. വെള്ളം പറഞ്ഞാൽ പോരാ, എന്താ വെള്ളം എന്നറിയാം. ഇതാണ് പാലത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും ഞങ്ങളുടെ പരനപാല ഉരുണ്ടപാലത്തുള്ള കാഴ്ചകളൊക്കെയാണത്. നല്ല വൈബാണ്. മഴ പെയ്തു വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്നാ നോക്കട്ടെ കാണട്ടെ പറഞ്ഞിട്ട് വന്നാണ്. ഇത് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോണതാണ്. ഇത് കണ്ട സൗണ്ട് കേൾക്കണുണ്ടോ? അത് കാണുന്ന റോഡ്, ആ റോട്ടിൽ കൂടെ വണ്ടി പോകുന്നതാണ്. പക്ഷേ ഒരു 2-3 വർഷം മുമ്പ് മഴ പെയ്തിട്ട് ആ റോഡൊക്കെ മുങ്ങി. അവിടെ കാണുന്ന റോഡെല്ലാം ഫുള്ളും വെള്ളത്തിലായി. ഇതേപോലെ നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലിൽ കാണാം. അടിപൊളിയാണ്. നമ്മുടെ ഫുൾ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കി കാണാം. പല ഇവിടുത്തെ സംഭവങ്ങളും ഉണ്ട് കേട്ടോളൂ. നമ്മുടെ അവിടുത്തെ മാത്രമല്ല, നമ്മൾ ലോങ്ങൊക്കെ പോവും വല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാത്തവർ അറിയാത്തവർക്ക് അത് കാണിച്ചു കൊടുക്കാം. നമ്മളെ കൊണ്ടാകുന്ന പോലെ. നമ്മൾ പറയുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടോ, നമ്മൾ അറിയില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറയില്ലേ. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെയാണ് നമ്മുടെ വിജയം. ഇങ്ങനെ വന്നിരുന്നാൽ നല്ല രസമാണ്. ഇടയ്ക്ക് ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വന്നിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ പരന്നപാലത്ത് ഉരുണ്ടുപാലത്തിലൊക്കെ വന്നിരിക്കണതാണ്. ഇപ്പോൾ ആരും വരുന്നില്ല. അത് പറഞ്ഞാൽ നേരമില്ല. ഒന്നാമത് ഇങ്ങനെ വർക്കില്ലാണ്ടൊക്കെ ആകുമ്പോൾ മെല്ലെ ഒഴിവുള്ളപ്പോൾ ടൈമിൽ മെല്ലെ ഇങ്ങനെ വരും. ഇവിടെയൊക്കെ വന്നിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നാൽ നല്ല വൈബാണ്. ഇവിടെ വന്ന് അടിപൊളി കാറ്റ്, ഇത്രയും ഹൈറ്റിലുള്ളത്. അങ്ങനെ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ കാഴ്ചകൾ. പാടം നിറഞ്ഞു, പാലം നിറഞ്ഞു. പണ്ടൊക്കെ ആൾക്കാർ വെട്ടി വീശിയിട്ട് പോയത് കൊണ്ടിരുന്നതാണ്. ഇപ്പം ആരും നടക്കണില്ലല്ലോ. ഇപ്പം ആർക്കും നേരമില്ല. അതേപോലെയുള്ള നമ്മുടെ ഓർമ്മയിലുള്ള ഈ പാലങ്ങളും വഴികളും അതൊന്നും നടക്കാൻ ആർക്കും നേരമില്ല, സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഒഴിവൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ പരിസരത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പോയി കാണുക. എന്ത് രസം എന്നറിയാം കാണാൻ. എന്ത് ഭംഗിയാണ് ഇല്ലേ? 2 സൈഡും പച്ച നിറം.